ശബരിമല കേസിലെ അത് നിങ്ങൾക്ക് കിട്ടിയില്ലേ ഇതുവരെ? ശബരിമല കേസ് അതിൻ്റെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും വിശ്വാസവും കാലത്തോളം നിലനിൽക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു NSSന്റെ. ആ പഴയപടി തന്നെ നിലനിന്ന് പോകണം. എല്ലായിടത്തും അങ്ങനല്ലേ? ഇല്ലേ? കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ട് പാടുന്നില്ലേ ഇപ്പോഴും? ആർക്കെങ്കിലും അസുഖമുണ്ടോ? ഒന്നുമില്ല. ശബരിമലയിൽ ചില ചിട്ടകളുണ്ട്. അവിടെ സ്ത്രീകളെ കയറ്റരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇവരിപ്പോ എല്ലാം പറയുന്നത് സ്ത്രീകളെ കയറ്റരുതെന്ന് പറഞ്ഞിരുന്നു. സ്ത്രീകളെ കയറ്റരുതെന്ന് എവിടാ പറഞ്ഞിരിക്കുന്നത്? അവിടെ ഇന്ന ഏജിനകത്തുള്ള സ്ത്രീകളെ കയറ്റരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു കീഴ്വഴക്കമാണ്. അതിനു വേണ്ടി പറയാൻ ഒരുത്തരും ഇവിടെ ഇല്ലായിരുന്നു. അത് ഖണ്ഡിച്ചു ഈ ഗവൺമെന്റ്. സ്ത്രീകളെ കയറ്റാനുള്ള ശ്രമം നടത്തി, മറ്റു ആചാരങ്ങൾ തെറ്റിക്കാൻ നോക്കിയപ്പോൾ NSS ശക്തമായിട്ട് അതിനെ എതിർത്തു എന്ന് പറഞ്ഞാൽ ഈ മറ്റുള്ളവരെ പോലെ പൊതുമുതൽ നശിപ്പിച്ചൊന്നുമില്ല. ഞങ്ങൾ അങ്ങനൊന്നും ചെയ്തില്ല. നാമജപം വളരെ ചെലവ് കുറഞ്ഞ ഭാഗം നാമജപ ഘോഷയാത്ര നടത്തി അത് ക്ലിക്ക് ചെയ്തു. അന്നേരം ഇതിന്റെ കൂടെ കൂടിയാൽ വോട്ട് കിട്ടുമെന്നും പറഞ്ഞ് ഇവിടുത്തെ കോൺഗ്രസും BJPയും കൂടെ കൂടി. അവരുദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ പോകുന്നില്ല എന്ന് കണ്ടപ്പോഴത്തേക്ക് അവരത് വിട്ടുപോയി. രണ്ടുപേര് സ്ഥലം വിട്ടുപോയി. ഞങ്ങൾ ഒറ്റയായി. നിയമപരമായിട്ട് ഞങ്ങൾ കേസുകൾ നടത്തി. സുപ്രീം കോടതി വരെ പോയി. സുപ്രീം കോടതി കിടക്കുക. കേസ് ഇപ്പോൾ 9 അംഗ ബെഞ്ചിന്റെ മുമ്പിൽ കിടക്കുക. അവിടെ കയറ്റരുതെന്നോ കയറ്റണമെന്നോ ഒന്നും കോടതി പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ തെറ്റ് ചെയ്ത ഗവൺമെന്റ് തന്നെ ആ തെറ്റ് തിരുത്താൻ തയ്യാറാകുമ്പോൾ നമ്മൾ അവരുടെ ആ പ്രവൃത്തി അംഗീകരിക്കുന്നു. നമുക്ക് ലക്ഷ്യം അതേ ഉള്ളൂ. ഇത് മുതലെടുക്കുക എന്നുള്ളതല്ല. നമുക്ക് ആചാരങ്ങൾ നിലനിന്ന് പോകണം. അത് തിരുത്താൻ അവർ തയ്യാറാകുമ്പോൾ ആ നടപടിയിൽ നമ്മൾ അവരെ സ്വാഗതം ചെയ്യും. അപ്പോൾ വികസനം എന്നൊരു പദ്ധതി അവർ കൊണ്ടുവന്നു. അതിനകത്ത് രാഷ്ട്രീയം ഉണ്ടായിരിക്കാൻ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. മറ്റ് സ്റ്റേറ്റുകളിലെ പോലെ തന്നെ ശബരിമലയും ഒരു പിലിഗ്രിം സെന്ററായിട്ട് ഉയർത്തണം എന്നുള്ള ഒരു ആലോചനയിൽ ആഗോള മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും കറക്റ്റ് ചെയ്ത ആ ഗവൺമെന്റ് അങ്ങനെ ഒരു നടപടിയിലേക്കും പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കണം എന്നവർ വന്ന് ക്ഷണിച്ചു. ആ മീറ്റിങ്ങിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞ് അവർ ക്ഷണിച്ചപ്പോൾ നമ്മൾ ഇന്ന് നിലനിൽക്കുന്ന അത് നിലനിർത്തി കാണണം. അതായത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും നിലനിർത്തി പോകാനൊരു വ്യവസ്ഥ എന്ന് വെച്ചാൽ കേസ് നിൽക്കുന്നതുകൊണ്ട് ആ കേസിന് ഇതിനനുകൂലമായിട്ട് അവരൊരു അഫിഡവിറ്റ് കൊടുത്താൽ മതി ഗവൺമെന്റ്. ഞങ്ങൾ പഴയ അനുസരിച്ച് പൊക്കോളാം. പക്ഷെ അവർ ഇതൊന്നും കൊടുത്തില്ലെങ്കിലും അവരത് പാലിച്ചു. അവർ നമുക്ക് ഉറപ്പ് തന്നു ഇത് മാറ്റം വരത്തില്ല. ഞങ്ങളായ പിന്നെ വികസനം കൂടെ അവിടെ നടത്തുന്നെങ്കിൽ നടന്നോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ ആ കണ്ടീഷനിലായിട്ട് ഞങ്ങൾ ആ യോഗത്തിൽ പോയി. എന്താ തെറ്റ്? അല്ലല്ല, അതിനെപ്പറ്റി ഞാൻ അഭിപ്രായം പറഞ്ഞല്ലോ. എന്താ പറഞ്ഞേ? ഇവിടെ ഇതുപോലുള്ള എന്താ ജനങ്ങളാണോ രാഷ്ട്രീയക്കാരാണോ ശിക്ഷിക്കുന്നത് ആളുകളെ കണ്ടുപിടിക്കുന്നത്? അതല്ല. അത് ഗവൺമെന്റിന്റെ സംവിധാനങ്ങളുണ്ട്, കോടതിയുണ്ട്. ആ കോടതിയും ഗവൺമെന്റ് സംവിധാനങ്ങളും ന്യായമായിട്ട് കാര്യങ്ങൾ അന്വേഷിച്ച് പോകുന്നുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസത. അത് കണ്ടുപിടിക്കട്ടെ, ആരാണേലും കണ്ടുപിടിക്കട്ടെ. ഞങ്ങളത് തന്നെ പറഞ്ഞിരിക്കുന്നത്. ആരാണേലും കണ്ടുപിടിക്കണം, കർശനമായ ശിക്ഷ കൊടുക്കണം, ഈ തൊണ്ടി മുതലെല്ലാം ഈടാക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ സംവിധാനങ്ങൾ അത് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നില്ലെങ്കിൽ ശരിയാ, നമുക്ക് പറയാൻ അവകാശമുണ്ട്. അത് പോരാ, ഇത് പോരാ. ഞങ്ങളുടെ നോട്ടത്തിലില്ല. അത് ശരിയാവണ്ണം കാര്യങ്ങൾ പോകുന്നുണ്ട്. പ്രത്യേകിച്ചും കോടതിയുടെ ഇടപെടൽ കൊണ്ട് വളരെ ശക്തമായിട്ട് അത് പോകുന്നുണ്ടെന്നുള്ള അഭിപ്രായം. അത് വരട്ടെ, അതിൻ്റെ വെള്ളം വരട്ടെ. അതിന് തന്ത്രി ആയാലും കൊള്ളാം, മന്ത്രി ആയാലും കൊള്ളാം, ആരായാലും
തന്ത്രി അറസ്റ്റിലായതൊരു ഞെട്ടലുണ്ടായിരുന്നു സാർ ആ സമയത്ത്. കാരണം രാഷ്ട്രീയക്കാരൊക്കെ അഴിമതി കേസിലൊക്കെ പിടിക്കപ്പെടുക, ആരോപണം വരിക സ്വാഭാവികമാണ്. പക്ഷെ ശബരിമല തന്ത്രി തന്നെ അറസ്റ്റിലാകുക എന്നുള്ളതിനെ അതെങ്ങനെയാണ്? എന്താ അവര് മനുഷ്യരില്ലേ? നമ്മളെ പോലെ തന്നെ മെച്ചയും മാംസമൊക്കെ ഉള്ള ആളുകളാണ്. അവർക്കും ചിന്താഗതിയൊക്കെ ഉണ്ട്. അതാ ഇതിനു മുമ്പ് അങ്ങനെ പരാതി ഉണ്ടാകില്ലേ? ഒരു ഇദ്ദേഹത്തിന്റെ തന്നെ സഹോദരന്റെ പേരിൽ ഉണ്ടായില്ലേ എറണാകുളത്ത് സ്ത്രീ വിഷയം സംബന്ധിച്ച്? അത് വലിയ കോളിലൊക്കെ ഉണ്ടാക്കിയല്ലായിരുന്നു. അതുകൊണ്ട് തന്ത്രിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ തുല്യനാണെന്നൊന്നും ആരും വിചാരിക്കണ്ട. അത് അവർക്ക് കിട്ടിയ ഒരു മഹാഭാഗ്യമെന്ന് കരുതിയാണ്. ഒരു തരത്തിലും ബാധിക്കുകയില്ല. ഇത്തവണ അത് ബാധിച്ചില്ലല്ലോ. ശബരിമല ഇതൊന്നും ബാധിക്കുകയില്ല. കാരണം ഞങ്ങളുടെ വിശ്വാസം ഇതെല്ലാം നിയന്ത്രിക്കുന്ന അവിടെ ഇരിക്കുന്ന കുടികൊള്ളുന്ന ഭഗവാൻ തന്നെയാണ് കാരണം. ഇതുണ്ടാക്കുന്നതുമെല്ലാം കളനെ പിടിക്കുന്നതുമെല്ലാം അവൻ്റെ കുടുംബം വെളുപ്പിച്ച് മാറുള്ളൂ. അതെല്ലാവർക്കും അനുഭവമല്ലേ? ഞാൻ ചോദിച്ചോട്ടെ, ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡ് തന്നെ അംഗങ്ങൾക്ക് അവരുടെ ഒന്ന് അനുഭവമാണ്. ഒന്ന് ശ്രദ്ധിച്ച് അവരെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഓരോരുത്തരും അവരുടെ അനുഭവം തന്നെയാണ്. തെറ്റ് ചെയ്തവൻ അനുഭവിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.